ഹായ് ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ മോളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ അടുക്കളയിലേക്ക്. അപ്പോൾ ഇതാ പാലൊന്ന് കാച്ചെടുക്കണം. അപ്പോൾ ഇനി ചോറ് വെക്കാനായിട്ട് അരി ഒന്ന് കഴുകിയെടുക്കണം. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇന്ന് നാടൻ അയിലക്കറിയും ചെമ്മീൻ റോസ്റ്റും ആണ് ഉണ്ടാക്കണേ. അപ്പോൾ മീനൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി ചെമ്മീൻ റോസ്റ്റിനും കറിക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞു വെക്കട്ടെ. കറി വെക്കാനാണ് കേട്ടോ ഈ പച്ചമുളക്. അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൺപാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് കീറിയിട്ടതും കൂടെ അല്പം വെള്ളവും പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. ഇനി പച്ചമുളകൊന്ന് വെന്ത് കിട്ടുന്ന ടൈമിൽ നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയെടുക്കണം. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് ചിരവിയെടുക്കുന്നത്. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയും തൊലിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചതച്ചെടുക്കുക ചെയ്യണേ. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് കുത്തി ചതക്കുകയാണ് ചെയ്യുന്നത്. പച്ചമുളക് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പച്ചമുളക് ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് 4 കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുടംപുളി ഇട്ട ശേഷം നല്ല തിളച്ച് വരണം. അതിൽ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണം. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയിലേക്ക് 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടെ ചേർത്തിട്ടത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അയില നന്നാക്കി എടുക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ തലയും കൂടെ എടുക്കാറുണ്ട് കേട്ടോ. കറിയിൽ അതിൻ്റെ തലയും കൂടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്ത ശേഷം അത് നല്ലപോലെ തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ വെക്കാം. പഴയ കാലത്തൊക്കെ ഇതുപോലെയാണ് അത്ര കറി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് സെറ്റായി. ഇനിയിപ്പോൾ ഇതാ നമ്മളെ സവാള നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം വറ്റി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പകുതി വെള്ളം വറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഇതിൽ വേവിച്ചിട്ടെടുക്കണം.
അപ്പോൾ ഇത് വറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. അങ്ങനെ വെള്ളമൊഴിച്ച് നമുക്ക് ഈ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വറ്റി വരുന്ന വരെ നമ്മൾ ചെമ്മീനൊന്ന് വെന്ത് കിട്ടും വേണം, വെള്ളം ഇതിലുണ്ടാവാനും പാടില്ല. അങ്ങനെ വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് നിർത്തിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള മീൻകറിയും ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ എൻ്റെ കിച്ചൺ റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.